ഹലോ മുത്തുമണികളെ, നമ്മളെവിടെയെന്ന് അറിയാവോ? മുത്തുമണികളെ, ഇത് വലിയതുറ പള്ളിയാണ്. വലിയതുറ പള്ളി നിങ്ങൾ കണ്ട എൻ്റെ മുത്തുമണികളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ പുതിയതായിട്ട് പണിതതാണ്. ആദ്യം ഞങ്ങളൊക്കെ ഇത് എന്ന് പറയണത് സെൻറ്റ് ആൻ്റണീസ് സ്കൂളിൻ്റെ നേരെയാണ് കേട്ടാ ഈ പള്ളി വരുന്നത്. പക്ഷേ ഇന്ന് ദിൽമയ്ക്ക് അസംബ്ലിക്ക് അവർക്കൊരു എന്തോ പരിപാടിയുണ്ട്. അപ്പം നേരത്തെ വരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്ന അവസാനം താമസിച്ചു പോയി കേട്ടാ. താമസിച്ചിപ്പോൾ അസംബ്ലി തുടങ്ങി. അപ്പം ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ പള്ളി എൻ്റെ പൊന്നു മുത്തുമണികളെ എന്തൊരു രസമാണെന്ന് നോക്കിക്കോണേ. ഇതിപ്പോൾ അവർ പണി കഴിപ്പിച്ചതാണ്. ഈ പള്ളി കാണുന്നുണ്ടാ? ഇതെന്ന് പറയണ ഇത് ഇവരുടെ ഈ കമ്മ്യൂണിറ്റി ഹാളാണ്. ഇതും ഭയങ്കര രസമാണ് കേട്ടോ. ഭയങ്കര രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇവിടെ തറയൊക്കെ ഇട്ട് ഞാനൊക്കെ ഇവിടെ പഠിക്കുന്ന സമയത്ത് ഇവിടെ മണ്ണും കൂമ്പാരവും ഒരു ചെറിയ പള്ളിയും ആയിരുന്നേ. ഇത് ഇവരുടെ കമ്മ്യൂണിറ്റി ഹാളാണ് കേട്ടോ. വലിയതുറ കമ്മ്യൂണിറ്റി ഹാളാണ്. വേണ്ട, ഇതാണ് എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂള്. കാണുന്നുണ്ടോ? ഞാനും പഠിച്ച സ്കൂളാണ് ഇത്. അപ്പോൾ നിങ്ങൾ കമ്മ്യൂണിറ്റി ഹാൾ കണ്ടല്ലോ, ഇതൊക്കെ ഇപ്പോൾ പണി കഴിപ്പിച്ചാണ്. എന്തൊരു രസമൊന്നും ഉണ്ടോ? കണ്ട. ഇനി വലിയതുറ പള്ളി ഞാൻ കാണിച്ചു തരാം. നമുക്ക് നടന്നിട്ട് തന്നെ കാണാം. എന്ത് രസമാണെന്നൊക്കെയാണ്. കണ്ട, ഇതിവിടെ ഇത് വീടാണോ എന്തോ. പിന്നെ വല്ലവരെയും വീട് കാണിച്ചിട്ട് ഇനി ആടിയിട്ടണ്ട. നിങ്ങൾ കാണുന്നുണ്ടോ വലിയതുറ പള്ളി? ബെല്ലടിച്ചു മോനെ, വേഗം പോ. കാണുന്നുണ്ടാ പള്ളി? ഇത് സൈഡാണ് കേട്ടാ. ഓഹ്, എന്താ മോനെ, വേണ്ട, ഇത് സൈഡാണേ. പള്ളിയുടെ ഒരു സൈഡാണ് കേട്ടാ. വേണ്ട, ഇനി നമുക്ക് ഫ്രണ്ട് കാണണ്ടേ? ഈ പള്ളിയുടെ ഫ്രണ്ട് കാണിച്ചു തരാവേ. വലിയതുറ ഇവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയതുറ മാർക്കറ്റ്, പിന്നെ വലിയതുറ പിന്നെ പാലം, കടൽ, ഇതൊക്കെയാണ്. വേണ്ട, പള്ളി കണ്ട എൻ്റെ മക്കളെ. അതിൻ്റെ ഫ്രണ്ടൊക്കെ കണ്ട. ഇതാണ് വലിയതുറ സെൻറ്റ് ആൻ്റണീസ് ചർച്ച്. കാണുന്നുണ്ടോ? അത് കമ്മ്യൂണിറ്റി ഹാള്. ആ കാണുന്നത് ഇതെന്തെന്നു പറയും? കുരിശടി എന്ന് പറയും. ഇതിന് കുരിശടി എന്ന് പറയും. ഇതോ ആ കാണുന്നത് കമ്മ്യൂണിറ്റി ഹാള്, ഇത് പള്ളി. കാണുന്നുണ്ട? കണ്ട, രസമല്ലേ? ഇനി ഇവിടെ തന്നെ ശ്മശാനവും ഉണ്ട് കേട്ടാ. ഇതാ സെൻറ്റ് ആൻ്റണീസിൻ്റെ കുരിശടി, ഇത് പള്ളി. കാണുന്നുണ്ടാ? ഈ കാണുന്നുണ്ടാന്ന് ചോദിച്ചായിരിക്കും വയ്യാടെ. രസമല്ലേ? പിന്നെ ഇവിടെ ഇങ്ങനെ ഈ കുരിശിൻ്റെ വഴിയൊക്കെ നടക്കുന്ന സമയത്ത് വെളിയിൽ വെച്ചിട്ടാണ് കുരിശിൻ്റെ വഴി നടക്കുന്നത്. അതിൻ്റെ സ്ഥലങ്ങളാണ് ഇത് കണ്ട. ഈ കുരിശിൻ്റെ വഴിയുടെ സ്ഥലങ്ങൾ കാണിച്ചു തരാം. ഇത് ഇവരുടെ കൊടിമരം. ഇത് കൊടിമരം. എനിക്ക് മണ്ണിൽ കൂടി നടക്കാനൊന്നും പറ്റൂല കേട്ടോ. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നടക്കുകയാണ് മുത്തുമണികളെ. ഇപ്പോൾ പണി കഴിപ്പിച്ച് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. നല്ല രസം. നടപ്പാതയൊക്കെ കെട്ടി. ഇതാണ് ശ്മശാനം കണ്ട. അതോ ആ കാണുന്നതാണ് ശ്മശാനം. കാണുന്നുണ്ട? ഇവിടെ ഇങ്ങനെ മെഴുകുതിരിയൊക്കെ കത്തിക്കുന്ന സ്ഥലം. ഇതാണ് സെൻറ്റ് ആൻ്റണീസിൻ്റെ കുരിശടി. ഇത് കാണുന്നുണ്ട്? ഇതാണ് കുരിശിൻ്റെ വഴിയിര
ഈ വലിയ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ വരുന്ന സമയത്ത് ഇവർ കുരിശിൻ്റെ വെടി എന്ന് പറയുന്നത് വെളിയിൽ വെച്ച് നടത്തും. അത് എൻ്റെ സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. നമ്മളെ നാട്ടിൽ പുതിയൊരു പള്ളി പണിയുമ്പോൾ പുതിയ പള്ളിയല്ല, ഇത് പുതിയ പള്ളിയല്ല, പക്ഷെ പള്ളി പുതുക്കി കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അപ്പം ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു. ഓക്കെ, ഇത് അടുത്ത യേശു കുരിശും കൊണ്ട് വീണ സമയത്ത് മഗ്ദലന മറിയം മുഖം തുടയ്ക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആ ഒരു ഇത് 3 സ്ഥലത്താണല്ലോ യേശു വീഴുന്നത്. അതിൽ രണ്ടാമത് യേശു വീഴുന്ന സ്ഥലം കുരിശിൻ്റെ വഴിയാണേ. അതാ അത് രണ്ടാമത് യേശു വീഴുന്ന സ്ഥലം. ഇനി നിങ്ങൾക്ക് ഞാൻ കടൽ കാണിച്ചു തരാം. ഇതിവിടെ ഇങ്ങനെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതാണ് ചന്ത കേട്ടോ. ആ കാണുന്നതാണ് ചന്ത, വലിയതുറ ചന്ത. ഒരു വലിയതുറ പാലം കാണണമെങ്കിൽ ഇങ്ങ് താഴെ ഇറങ്ങണമെന്ന് തോന്നുന്നു. വലിയതുറ പാലം ഇവിടെ അടുത്ത് തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ്. തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ വലിയതുറയിൽ വന്നിട്ട് വലിയതുറ പാലം തൊട്ടടുത്തെന്ന് പറഞ്ഞത് ഇതുപോലൊരു പന്തകുത്തി. എൻ്റെ മുത്തണികളെ നിങ്ങൾക്ക് ഞാൻ കടൽ കാണിച്ചു തരാം. ഇതാ വലിയതുറ പാലം, അതാണ് വലിയതുറ പാലം. രണ്ടാമത് പണി കഴിപ്പിച്ചിട്ട് പിന്നെയും പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലം കണ്ട, ഈ ഒരു സ്ഥലം കണ്ട പൊട്ടിയിരിക്കുന്ന കണ്ട, ഇതാണ് വലിയതുറ പാലം. ഇത് കടൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടല്ലോ അല്ലേ? നിങ്ങൾ ആദ്യമായിട്ട് ഞാൻ കാണിച്ചു തരുന്നതല്ലേ നിങ്ങൾക്ക് കടൽ. ചേട്ടൻ ശരിക്കും വേണ്ട. ഇതിപ്പോൾ പകൽ വന്നു കഴിഞ്ഞാൽ വള്ളം കൊണ്ടുപോകുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷെ ഒരു വള്ളം ഉണ്ട് കേട്ടോ, അതോ അങ്ങ് അവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയാൻ പാടില്ല. ഒരു വള്ളം തോണ്ടുണ്ട്. ഞങ്ങളിവിടെ നിന്ന് തന്നെ ആൾക്കാർ പിന്നെ ബോട്ടൊക്കെ കൊണ്ടുപോയി മീൻ, ഇവിടെ ഫ്രഷ് മീൻ കിട്ടും കേട്ടോ, ഫ്രഷ് മീൻ. കണ്ടല്ലോ വലിയതുറ പാലം, നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഇനി ചന്തയുണ്ട്. ചന്ത അങ്ങോട്ട് നടക്കണം. എന്നെ കൊണ്ട് വയ്യ, അവിടെ എന്നെ കൊണ്ട് വയ്യ നടക്കാൻ. പള്ളിയുണ്ടോ, പള്ളി. പിന്നൊരു കാര്യമെന്ന് പറയുന്നത്, ഇവിടെ വന്നിരിക്കാൻ നല്ല രസം കേട്ടോ. എന്തൊരു കാറ്റാണ്, നല്ല രസം. ഇപ്പം പിന്നൊരു കാര്യം എന്ന് പറയുന്നത്, പോന്നില്ലേ അസംബ്ലിക്ക് പിള്ളേരിങ്ങനെ ക്യൂ നിൽക്കുന്ന സമയമില്ലേ, ഇടയിൽ കൂടി അങ്ങനെ കയറ്. അല്ലാതെ ലാസ്റ്റ് പോവുകയാണെങ്കിൽ പിടിക്കും. അപ്പം എന്തിനു പറയാൻ വേണ്ടിയിട്ടാണ്, പിന്നെ ഒരു കാര്യമെന്ന് പറയണത്, നമ്മളെ ഷെരീഫിൻ്റെ വീഡിയോ എനിക്ക് രാവിലെ കുറച്ച് പേര് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പാവപ്പെട്ട ഉമ്മേൻ്റെ വീഡിയോസ് ഞാൻ കാണാറില്ല. കാരണം കണ്ടു കഴിഞ്ഞാൽ നമുക്കതിന് മറുപടി പറയണമെന്ന് തോന്നും. എന്തിന് ഈ നാവിനെല്ലില്ലാത്തവരുടെ അടുത്ത് എത്രയെന്ന് പറഞ്ഞിട്ടാണ് കിടന്ന് പറഞ്ഞു തീർക്കുക. അല്ലെങ്കിൽ താൻ ചെയ്യുന്നതില്ല നന്മ എന്ത് തിന്മ എന്ത് എന്നുള്ളത് മനസ്സിലാക്കുകയും വേണം. എൻ്റെ മോളുടെ ഡാൻസാണേ, എൻ്റെ മോളെ ഡാൻസാണ് ഇപ്പോൾ കാണാൻ. മുത്തോണികളെ പറ്റിപ്പോയി. ഗേറ്റിൻ്റെ പുറത്ത് നിന്നാണ്ടാണ് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയുള്ളൂ. ആ ചുവന്ന ഉടുപ്പിട്ടേക്കുന്നില്ലേ, അതാണ് കേട്ടോ ദിൽമ. അസംബ്ലിയുടെ സമയത്ത് ഒരു ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നേരത്തെ കൊണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഏറ്റവും താമസിച്ച് കൊണ്ടാക്കിയിട്ട്, പക്ഷെ നന്നായിട്ട് കളിച്ച്. ക്യാമറ പിടിക്കാൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ കിട്ടിയില്ല. മുത്തുമണികളെ മറഞ്ഞു പോയി. ഇതൊക്കെ കൊണ്ട് നിങ്ങളങ്ങ് തൃപ്തിപ്പെടും കേട്ടോ. ഷോ എന്ത് പറയാനാണ്, ഈ ഒളിഞ്ഞു നോക്കുന്നത് പോലെ ആയിപ്പോയി ഒരു വീഡിയോ. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടും, അതുകൊണ്ട് വേണ്ട. കോപ്പിറൈറ്റ് കിട്ടും, പാട്ടിൻ്റെയൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടും. അപ്പം ഈ ഷെരീഫിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ, ഇവളുടെ വീഡിയോ കാണൂലെന്ന് എനിക്ക് കഴിഞ്ഞാൽ ഈ എന്നും പറഞ്ഞത് എന്നെ പറഞ്ഞ്
നാവിന് എല്ലില്ലാത്ത സ്ത്രീയുടെ അടുത്ത് എന്ത് പറയാനാണ്? പെറ്റുമ്മയുടെ അടുത്തും പെറ്റ മകളുടെ അടുത്തും മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് നമുക്കൊന്നും പറയാൻ പറ്റൂല. മുത്തുമണികളെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ താൻ ചെയ്യുന്നതിൽ തെറ്റെന്തെന്നും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അതും ഇല്ലാത്ത ഒരാളുടെ അടുത്ത് നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഷെരീഫിൻ്റെ വീഡിയോയ്ക്ക് ഞാനൊരു മറുപടി തരും. കാരണം പ്രസവ കിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം, ഇപ്പോൾ പ്രസവ കിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കൊരു പായസം വെക്കണമെങ്കിൽ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ വല്ല സൂപ്പർ മാർക്കറ്റിലും കയറും, എല്ലാ സാധാരണ കടകളിലും ഉണ്ട്, പ്രൊവിഷൻ സ്റ്റോറുകളിൽ കിട്ടും പായസത്തിൻ്റെ കിറ്റ്. അതുപോലെ തന്നെ പിന്നെ പ്രസവ കിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങാടി കടയിൽ ചെന്നിട്ട് ഒരു പ്രസവ കിറ്റ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കിട്ടും. അതൊന്നും ആർക്കും അയച്ചു കൊടുക്കും, ഇഷ്ടമുള്ളവർ അയച്ചു കൊടുക്കും. പക്ഷെ അതല്ല, ഇത് അറിഞ്ഞുകൂടാ, 5-8 മക്കളെ പ്രസവിച്ച ആൾക്കാർക്ക് ഇത് അറിഞ്ഞുകൂടാ എന്ന് പറയണത് പച്ചക്കള്ളം. പിന്നെ ഒരു കുടുംബം പോറ്റുന്ന, ഒരു കുടുംബം നോക്കുന്ന കുട്ടികൾക്ക് വഴക്ക് കിട്ടി. കുട്ടികൾ ഈ അസംബ്ലി ആയതുകൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു. ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര കെയറിങ് ആണ് കേട്ടോ. അപ്പോൾ പിള്ളേർ അസംബ്ലി കഴിഞ്ഞിട്ട് കയറാമെന്ന് പറഞ്ഞ് അവിടെ നിന്നപ്പോൾ അവിടെ ആൾക്കാർ വന്നിട്ട് ഓട്രാ എന്ന് പറഞ്ഞിട്ട് ഓട്ടിച്ച് വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രസവ കിറ്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അങ്ങാടി കടയിൽ പോയാൽ മാത്രം മതി. അത് അറിഞ്ഞൂടാ എന്ന് പറയണത് പച്ചക്കള്ളം. നമുക്കിപ്പോൾ ഒരു 2 പ്രസവമൊക്കെ കഴിഞ്ഞ ഒരാൾക്ക് പ്രസവ കിറ്റ് വാങ്ങാൻ കിട്ടുമെന്നുള്ള കാര്യം എന്താ അറിഞ്ഞൂടെ? അല്ല, ഈ ഇമാതിരി ഉടായ്പ് കാണുമ്പോഴാണ് നമ്മൾ അറിയാതെങ്കിലും പ്രതികരിച്ചു പോകുന്നത്. പിന്നെന്ന് പറയുന്നത് വേദമാണ്. ഈ പ്രസവ കിറ്റ് എന്ന് പറയുന്ന വേദം, പിന്നെ അതിൻ്റെ കൂടെ ഉള്ള ലേഹ്യം നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ വാങ്ങാൻ ഇഷ്ടം പോലെ കിട്ടും. ഇഷ്ടം പോലെ ലേഹ്യവും അത് കണക്ക് തന്നെ ഈ സിറപ്പ് പോലത്തെ അതെന്തോ അരിഷ്ടങ്ങളൊക്കെ വാങ്ങാനും കിട്ടും. പക്ഷെ സാധാരണഗതിയിൽ ഈ അരിഷ്ടം കഴിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിന് വലിയ ഗുണമൊന്നും അല്ല. ഭയങ്കര മധുരമൊക്കെ ഉള്ള അരിഷ്ടമാണ് ഈ ജീരക അരിഷ്ടം എന്നൊക്കെ പറയണം. കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും വലിയ ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്നൊന്നും എനിക്കറിഞ്ഞാൽ ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ എൻ്റെ 3 മക്കളെ പ്രസവിച്ച സമയത്താണ് ഈ അരിഷ്ടവും ലേഹ്യവും ഒക്കെ കഴിച്ചിട്ടുള്ളത്. അതും കഴിക്കില്ല, ലേഹ്യം ഞാൻ കഴിക്കില്ല, അവിടെ കൊണ്ടൊന്ന് വെച്ചേക്കും. അത് വർഷങ്ങൾ എടുത്ത് കളയലാന്ന് പണി. ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ വലിയ ഗുണമോ ദോഷമോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. കാരണം ഞാൻ എൻ്റെ ബാക്കിയുള്ള 3 മക്കൾക്ക് ഈ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല. നല്ല ആരോഗ്യത്തോടു കൂടി എണീറ്റ് നടന്ന് തയ്ക്കുന്ന ആളാണ്, തയ്യൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. എന്നിട്ട് പോലും ഞാൻ എണീറ്റ് എൻ്റെ ജോലികൾ ചെയ്യും, പയർ വറുത്തണക്കിനും നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി. അതായത് ഈ പിന്നെ പ്രസവ കിറ്റെന്ന് പറയണ അങ്ങാടി കടയിൽ ചെന്ന് ചോദിച്ചാൽ കിറ്റും. അത് ഫുള്ള് അതങ്ങനൊക്കെ പ്രസവിച്ച് കിടക്കുന്ന ഒരു സ്ത്രീക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ എടുത്തു തരും നമുക്ക് മരുന്നുകളും കാര്യങ്ങളും ഒക്കെ. പിന്നെന്ന് പറയണത് ഈ പ്രസവിച്ച് കിടക്കുന്ന ഒരു സ്ത്രീ സോപ്പ് തേച്ച് കുളിക്കരുത്, അത്രയേ ഉള്ളൂ. നമ്മൾ ഈ തൊട്ടുകൂടായിക തീണ്ടിക്കൂടായിക ഒക്കെ ഉള്ള സമയത്ത് എന്താണ് നമ്മൾ ആദ്യമായിട്ട് മെൻസസ് ആയാൽ എന്താണ് ചെയ്യുന്നത്? സോപ്പ് തേക്കില്ല, പകരം പിന്നെ ശരീരത്തിനൊരു ഭയങ്കര ദുർഗന്ധം ഉണ്ടാകും പിന്നീട് അത്തരത്തിൽ വന്നു കഴിഞ്ഞാലെന്ന് പറഞ്ഞിട്ട് മഞ്ഞയും പയറുപൊടിയുമാണ് അരച്ചതാണ് നമുക്ക് തേക്കാൻ വേണ്ടിയിട്ട് തരുന്നത് അമ്മമ്മമാർ. അത് തന്നെയാണ് പ്രസവ സമയത്തും ചെയ്യാവൂ. അതേ കണക്ക് കുട്ടികൾക്കും സോപ്പ് തേക്കാതിരിക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് മഞ്ഞപ്പൊടിയും പയറുപൊടിയും കസ്തൂരി മഞ്ഞൾ പൊടിയും കൂടി ചേർത്തിട്ട് കുട്ടികൾക്കും തേച്ച് കൊടുക്കും. അവരുടെ സ്കിന്ന് ചെറുതല്ലേ. പക്ഷെ ഇപ്പം അതൊന്നും ആരും നോക്കാറൊന്നുമില്ല. സോപ്പൊക്കെ തേച്ച് തന്നെയാണ് കുളിക്കുകയും നനയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പൊന്നെ ഷെരീഫെ, പ്രസവത്തിന് കിറ്റ്, പ്രസവത്തിന് സാധനങ്ങൾ എന്ന് പറയുന്നത് അങ്ങാടി കടയിൽ പോയി ചോദിച്ചാൽ കിട്ടുന്ന സാധനമാണ്. ഈ ഇത്തരം ബ്ലണ്ടറുകളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഈ ആദ്യമൊക്കെ പ്രസവിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ, അവരൊക്കെ എങ്ങനെയാണ് അവരുടെ പ്രസവങ്ങൾ നടത്തണത്? ഒരു മനുഷ്യനറിയാതെ മറ്റേ എന്തോ ഒരു കിച്ചൻ എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ടല്ലോ, ആ പെണ്ണ് പ്രസവിച്ചതിൻ്റെ അന്നാണ് ആൾക്കാർ അറിഞ്ഞത്. ഇവിടെ ആദ്യമായിട്ട് പ്രസവിക്കുമ്പോഴത്തെ ഒരു ഉടായിപ്പും ഒക്കെ കാണുമ്പോൾ എൻ്റെ വന്യമൊത്തമണിക്കളെ ഞാൻ കുറേ സമയമായി. എൻ്റെ പൊടി മോൻ കരയണുണ്ടാവും. അപ്പോൾ ശരി, എല്ലാവരും കാഴ്ചയൊക്കെ കണ്ട് സന്തോഷമായില്ലേ? കുറച്ച് നുണയും കൂടി കേട്ടപ്പോൾ സന്തോഷമായില്ലേ? അപ്പോൾ ഇനി അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും വരാം.